ഹലോ, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇപ്പോൾ നിൽക്കുന്നത് പുനാക്ക ജോങ്ങിന് മുന്നിൽ. പുനാക്ക ജോങ്, ചരിത്ര പ്രസിദ്ധമായ പുനാക്ക ജോങ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും മാർവലസ് ആയിട്ടുള്ള ഒരു ജോങ്, അതായത് ഫോർട്രസ് ആണ് ഇത്. കോട്ട, പുനാക്ക ജോങ് എന്ന് പറഞ്ഞാൽ പുനാക്ക കോട്ട. ചരിത്ര പ്രസിദ്ധം എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ ഭരണസിരാകേന്ദ്രമായിരുന്ന സ്ഥലമാണ് പുനാക്ക ജോങ്. അപ്പോൾ അത് കാണാനാണ് വന്നിരിക്കുന്നത്. മോച്ചു നദിയുടെ കരയിലാണ് മോച്ചു നദി. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഓക്കേ സുഹൃത്തുക്കളെ, മോച്ചു നദി ഒഴുകി വരുന്നത് കാണാം മനോഹരമായി. ആ മോച്ചു നദിയിൽ ചരിത്രപ്രസിദ്ധമായ പാലം കടന്നു കഴിഞ്ഞാൽ പുനാക്ക സോങ്ങിൽ പ്രവേശിക്കാം. അപ്പോൾ ഇതാണ് മോച്ചു നദി. മോച്ചു നദി ഇങ്ങനെ ഒഴുകുകയാണ്. ഇത് അപ്പുറത്തുകൂടി ഒരു നദി വരുന്നുണ്ട്, അതാണ് പോച്ചു നദി. അങ്ങനെ മോച്ചു നദിയും പോച്ചു നദിയും ഇവിടെ ചേരുന്നു, അവിടെ ചേരുന്നുണ്ട്. പോച്ചു നദികൾ ഒരുമിച്ച് ചേർന്ന് പുനാ സാങ്ചു റിവറായി താഴോട്ടൊഴുകുന്നു. വളരെ ശുദ്ധമായ ജലം, പൊല്യൂഷനില്ല, ഒരൈശ്വര്യമുള്ള നദി. പുനാ സാങ്ചു എന്ന നദി താഴേക്കൊഴുകി ബ്രഹ്മപുത്രയിൽ ചേരുന്നു. കണ്ടോ? അങ്ങനെ രണ്ട് പ്രസിദ്ധമായ നദിയുടെ കരയിൽ പോച്ചു നദിയുടെ ഇടയിൽ അതിൻ്റെ കോൺഫ്ലുവൻസ് സംഗമസ്ഥാനത്താണ് സുപ്രസിദ്ധമായ അതിമനോഹരമായ പുനാക്ക സോങ് നിലകൊള്ളുന്നത്. അതീവ മനോഹരമായ പുനാക്ക സോങ്, അതിൻ്റെ ശില്പഭംഗി അന്യാദൃശം ആണ് എന്നേ പറയാവൂ. പൊതുവെ ഭൂട്ടാനിൽ കാണുന്ന എല്ലാ കെട്ടിടങ്ങൾക്കും അതിൻ്റേതായ മനോഹാരിതയുണ്ട്. എല്ലാം ഇതേ രീതിയിൽ ആണ് പണിതിരിക്കുന്നത്. കെട്ടിടങ്ങൾക്കെല്ലാം അതിൻ്റേതായ ചാരുത. അങ്ങ് മലയടിവാരത്തിലെല്ലാം കെട്ടിടങ്ങളുണ്ട്, കണ്ടില്ലേ? സൂം ചെയ്താൽ വെറുതെ പ്ലെയിനായിട്ട് കോൺക്രീറ്റിൽ അടിച്ചുണ്ടാക്കിയിരിക്കുന്ന കെട്ടിടങ്ങളല്ല. അതിൻ്റെ മനോഹാരിത നോക്കുക. അതാണ് വില്ലേജ് ബ്യൂട്ടിഫിക്കേഷൻ. ഇത് കാണുന്നതിനാണ് ആളുകൾ ഇവിടെ വരുന്നത്. പൊല്യൂഷനില്ല. മന്ത്രങ്ങൾ ആലേഖനം ചെയ്ത പതാകകൾ പാറിക്കളിക്കുന്നു. സ്വാഭാവികമായും ബുദ്ധമന്ത്രങ്ങളുടെ ആ ചൈതന്യം, മാസ്മരികത ഈ അന്തരീക്ഷത്തിൽ വിലയം പ്രാപിക്കുന്നു. ഫോട്ടോ എടുത്ത് തകർക്കുകയാണ്. സമയമില്ലാത്തതുകൊണ്ട് നമ്മളെ ഗൈഡ് വിളിക്കുന്നു, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഇതൊക്കെ കൂടുതൽ വിശദമായി കാണിക്കണമെന്നുണ്ട്. അപ്പോൾ ഇനിയും വിശദമായി മനസ്സിലാക്കാനുണ്ട്. ആ ചരിത്രപ്രസിദ്ധമായ ബ്രിഡ്ജ് കഴിയുന്നു, പുനാക്ക സോങ്ങിലേക്ക് പ്രവേശിക്കുന്നു. ഓക്കെ, അങ്ങനെ പുനാക്ക സോങ്ങിലേക്കുള്ള തടിപ്പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന മനോഹരമായ കാഴ്ച. മോച്ചു റിവർ ഐശ്വര്യമായി ഒഴുകി വരുന്നു. നല്ല നീല നിറം, അതായത് പൊല്യൂഷൻ ഇല്ല എന്നർത്ഥം. പൊല്യൂഷൻ എന്ന് പറയുന്നതേ ഇല്ല. കണ്ടോ? മത്സ്യങ്ങളാണ് ഈ കാണുന്നത്. മത്സ്യങ്ങൾ പൊല്യൂഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ മത്സ്യങ്ങൾ ധാരാളമായി, നല്ല വലിപ്പമുള്ള മത്സ്യങ്ങളാണ് നീന്തി തുടിക്കുന്നത്. അവ വളരെ സ്വൈരവിഹാരം നടത്തുന്ന കാഴ്ച സുഹൃത്തുക്കളെ ഇവിടെ കാണാം. കാണേണ്ട കാര്യങ്ങൾ
കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് താമസിച്ച് കളയാമെന്ന് തോന്നും. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, പുനാക്ക സോങ്ങിൻ്റെ പരിസര പ്രദേശങ്ങളാണ് കാണുന്നത്. പുനാക്ക സോങ്, പുനാക്ക സോങ്. ഇറ്റ് ഈസ് ഫോർട്ട്. സോങ് മീൻസ് ഫോർട്ട്. പുനാക്ക ഈ സ്ഥലത്തെ പേര്. പുനാക്ക സോങ് എന്ന് വെച്ചാൽ പുനാക്ക കോട്ട എന്ന് വേണമെങ്കിൽ പറയാം മലയാളത്തിൽ. ദിസ് ഈസ് എൻട്രൻസ് പുനാക്ക സോങ്ങിൻ്റെ അല്ലെങ്കിൽ പുനാക്ക കോട്ടയുടെ എൻട്രൻസാണ്. ഒരു കാലത്ത് ഭരണസിരാകേന്ദ്രമായിരുന്നു. ഇപ്പോൾ ഭരണസിരാകേന്ദ്രം തിമ്പുവിലേക്ക് മാറിയതിനാൽ ഇത് ഇപ്പോൾ ചില ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്, അഡ്മിനിസ്ട്രേഷൻ വിങ് ഉണ്ട്, പിന്നെ ദർ ഈസ് എ മൊണാസ്ട്രി ആൾസോ. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്, പുനാക്ക സോങ്ങിൻ്റെ എൻട്രൻസ്. പുനാക്ക സോങ്ങിൻ്റെ എൻട്രൻസിലേക്ക് പോവുകയാണ്. ഇതുവഴി സുഹൃത്തുക്കളെ സോങ്ങിലേക്ക് പ്രവേശിക്കാം. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ മാർവൽ ശ്രദ്ധിക്കുക, കണ്ടില്ലേ? നല്ല ഹൈറ്റാണ്. മുകളിൽ ബീ ഹൈവ്സ് ഉണ്ട് കൊത്തുപണികളോടൊപ്പം. അല്ല, ഇതുവഴി കയറി പോകാം. ഇത് സ്റ്റെപ്പ് ഇവിടെ സെൻറ്ററിൽ ഇങ്ങനെ ലോക്കിലാണ്. അത് എനിക്ക് തോന്നുന്നു രാജാവിന് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ആയിരിക്കണം എന്ന് നമ്മൾ ഊഹിക്കുന്നു. മറ്റത് കയറിപ്പോകാനൊരു വഴി, ഇറങ്ങി വരാൻ മറ്റൊരു വഴി. പിന്നെ ഇത് കോട്ട എന്നുള്ള നിലയ്ക്ക് ശത്രുക്കൾ ആക്രമിക്കാതിരിക്കാൻ ഇതിനങ്ങ് മേളിലോട്ട് വലിച്ചാൽ മാത്രം മതി. അപ്പോൾ അതിനൊക്കെയുള്ള സംവിധാനങ്ങളാണ്, പഴയകാല സംവിധാനങ്ങൾ ചെയ്തു വച്ചിരിക്കുകയാണ്. അപ്പോൾ അതുവഴി നമുക്ക് അകത്തേക്ക് കയറാം. ഒരല്പം സ്റ്റീപ്പാണ്, അത് കുഴപ്പമില്ല, കയറി പോകാവുന്നതേ ഉള്ളൂ. കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ജയൻറ്റ് പ്രയർ വീൽസാണ്. ജയൻറ്റ് പ്രയർ വീൽസ് അത് സ്വയം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൽ സ്വയം തിരിയും എന്ന് വെച്ചാൽ അതിലുള്ള പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഈ തിരിയുന്നതിനോടൊപ്പം അല്ല, അത് തിരിക്കുന്നത് തന്നെയാണ്, സ്വയം തിരിയുന്നതല്ല. നമ്മളൊന്ന് ശ്രമിക്കണം. സാറേ തിരിച്ച്, ഞാൻ വിചാരിച്ച ഓട്ടോമാറ്റിക്കായിട്ട് തിരിക്കുകയാണെന്ന്. സാറ് ചോദിച്ചായിരുന്നു, ഞാൻ വിചാരിച്ചത് സ്വയം തിരിയുന്നതാണെന്ന്. സാറ് തിരിഞ്ഞ് അപ്പുറത്തൂടെ വാ, അത് കുഴപ്പമില്ല. ചാക്കോ സാർ അത് തിരിച്ച് അതിൻ്റെ പുണ്യം നേടാൻ പോകുന്നു. തിരിഞ്ഞു വരും, അപ്പോൾ സാറിനെ കാണാം ആരാണെന്നുള്ളത്. അതാണ് ചാക്കോ സാർ. അപ്പോൾ അത് തിരിയുകയും ബുദ്ധമന്ത്രങ്ങൾ എഴുതിയ പ്രയർ വീൽ തിരിയുകയും ചെയ്യുമ്പോൾ ഈ അന്തരീക്ഷമാകെ ആ മന്ത്രത്തിൻ്റെ ചൈതന്യം വിലയം പ്രാപിക്കുന്നു. അപ്പോൾ ഒരു ചൈതന്യം സമ്പാദിച്ചുകൊണ്ടാണ് നമ്മൾ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ആ ചൈതന്യത്തോടു കൂടി, അതിൻ്റെ ഐശ്വര്യത്തോടു കൂടി നമുക്ക് ഓക്കെ പുനാക്ക സോങ് വളരെ മനോഹരമായ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടെയുള്ള ചിത്രങ്ങൾ. അങ്ങനെ ഗേറ്റ് വേ കടന്ന് ഐശ്വര്യമായിട്ട് പുനാക്ക സോങ്ങിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ
ആ ആ ഇതാണ് അഡ്മിനിസ്ട്രേഷൻ വിങ്. അഡ്മിനിസ്ട്രേഷൻ വിങ്ങാണ്. അഡ്മിനിസ്ട്രേഷൻ വിങ് പുനാക്കാസോങ്. ഇതിന് ആക്ച്വലി 2 ഭാഗമുണ്ട്. അഡ്മിനിസ്ട്രേഷൻ വിങ്ങും മൊണാസ്ട്രിയുമുണ്ട്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ വിങ്ങാണ് ഈ കാണുന്നത്. കണ്ടോ, ഇവിടെയൊക്കെ അഡ്മിനിസ്ട്രേഷൻ വിങ്. ഇവിടെ ഇപ്പോഴും ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ വിങ്ങിൻ്റെ വിശാലമായ മുറ്റം കല്ലുപാകി പുരാതന കാലങ്ങളിൽ, പണ്ട് കാലങ്ങളിൽ കല്ലുപാകിയ നടുത്തളം. ഇതാണ് ബോധിവൃക്ഷം എന്ന് പറയുന്നത്. നമ്മുടെ ആല് തന്നെയാണ്. നമ്മുടെ ഗൈഡ് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ബോധിവൃക്ഷം ശ്രീബുദ്ധൻ ബോധോദയം നേടിയ ബോധിവൃക്ഷം. ശ്രീബുദ്ധൻ ഏത് വൃക്ഷത്തിൻ്റെ ചോട്ടിലിരുന്നാണോ ബോധോദയം പ്രാപിച്ചത്, അത് ആ ബോധിവൃക്ഷമാണ് കാണുന്നത് സുഹൃത്തുക്കളെ. അതല്ല, അതിൻ്റെ ചെറിയൊരു തൈ കൊണ്ടുവന്ന് നട്ടി വളർത്തി എടുത്തിരിക്കുന്നതാണ്. വളരെ മനോഹരമായി കാറ്റടിക്കുമ്പോൾ അതിൽ നിന്നൊരു ചലദളി ഝങ്കാരം എന്ന് പറയുന്നത് പോലെയുള്ള ശബ്ദം കേൾക്കുന്നു. ചലിത ചാമര ഭംഗി വിടർത്തും ലളിത കുഞ്ചകുടീരം. ചലിത ചാമര ഭംഗി വിടർത്തിയ ലളിത കുഞ്ചകുടീരം, ലളിത കുഞ്ചകുടീരം. അപ്പോൾ ബോധിവൃക്ഷം ചലദളി ഝങ്കാരം. ഉണ്ടായി വാര്യർ നളചരിതം. അപ്പോൾ അതിനെല്ലാം പുറമെ പ്രസക്തമായ ശ്രീബുദ്ധന് ബോധോദയം നേടിക്കൊടുത്ത ബോധിവൃക്ഷം ഇവിടെ നട്ടിട്ടുണ്ട്. ഇതാ നമ്മുടെ ലാമ മൊണാസ്ട്രിയും കൂടെയാണല്ലോ. ഇതിനപ്പുറത്ത് മൊണാസ്ട്രിയാണ്. ഈ സ്തൂപത്തിനപ്പുറം മൊണാസ്ട്രിയാണ്. എന്താ സ്തൂപം. അപ്പോൾ അവിടെ എന്തൊക്കെയോ ചെറിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗൈഡ് വളരെ ഗംഭീരമായി സമൃദ്ധമായി കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എനിക്കെപ്പോഴും അതിൻ്റെ കൂടെ നിൽക്കാൻ സമയം കിട്ടാറില്ല. അതുകൊണ്ട് എനിക്ക് പാണ്ഡിത്യമാർജിക്കാൻ പലപ്പോഴും സാധിക്കാതെ പോകുന്നു. പക്ഷേ അതിനേക്കാളും പ്രധാനമായി ഞാൻ കാണുന്നത് ഈ കാര്യങ്ങൾ പ്രേക്ഷകരിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് കൂടിക്കൊടുത്തില്ലെങ്കിൽ നമ്മൾ അവർക്ക് നമ്മൾ ബഹുമാനിച്ചില്ല എന്ന് അവർക്ക് തോന്നരുത്. അതുകൊണ്ടൊന്ന് കൂടിക്കൊടുക്കാം. കുറച്ച് കാര്യങ്ങളും മനസ്സിലാക്കാം. And that is the spiritual master who are taking care of the religion here. So that is where there are a lot of cowards among the masters only. Even among the masters there are a lot of cool wars going on. But smartly that Shaktivarnam, the master, the another master, he said, he thought, no, I don't want to be in this thing. I don't want to get in the circle of this, all the problems, I just want to leave this country. I don't want to stay with these things. Because we are practicing this, the meditations, the virupa, the simple life. But even we see the spiritual master, but even we don't have the peaceful mind. So that is why that master he left, and then he started traveling towards the south, like the divine magnet. But the divine magnet he shot his arrow and he was in search of that arrow. He was carrying and wandering, right? But
but the Shabdung is very different from that. He was just, so he thought he would just. അപ്പോൾ ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ പുനാക്ക സോങ്ങിൻ്റെ ഉള്ളിൽ നടുത്തളത്തിൽ നിൽക്കുകയാണ്. ബോധിവൃക്ഷം എന്ന് വെച്ചാൽ അരയാൽ. അഡ്മിനിസ്ട്രേഷൻ വിങ്ങാണ് ഈ കാണുന്നത്. ഈ സ്തൂപത്തിന് അപ്പുറം മൊണാസ്ട്രിയാണ്. അവിടേക്ക് നമുക്ക് സന്ദർശിക്കാം, പക്ഷേ ഫോട്ടോഗ്രാഫി അനുവദനീയമല്ല. അപ്പോൾ ഭൂട്ടാൻ ആക്ച്വലി അറിയപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ ദേശവാസികൾ വിളിച്ചിരുന്നത് ഡ്രൂക്ക് യൽ എന്നാണ്. അതായത് ഭൂട്ടാൻ്റെ പേര് ഡ്രൂക്ക് യൽ. ഡ്രൂക്ക് യൽ എന്ന് പറഞ്ഞാൽ, ഡ്രൂക്ക് എന്ന് പറഞ്ഞാൽ ഡ്രാഗണാണ്. ഇതിവരുടെ പതാകയിലുള്ള പ്രധാന ഒരു സിമ്പലാണ് ഡ്രാഗൺ, വ്യാളി. ഇറ്റ്സ് എ മിത്തിക്കൽ അനിമൽ, ഒരു മിത്തിക്കൽ മൃഗം അല്ലെങ്കിൽ ജീവി ആയ വ്യാളി. അതിൻ്റെ പ്രത്യേകത വളരെ പവർഫുള്ളായിട്ടുള്ള ജീവിയാണ്. അപ്പോൾ പവറിനെ സൂചിപ്പിക്കാനാണ് ഡ്രൂക്ക് യൽ. യൽ എന്ന് വെച്ചാൽ സ്ഥലം, പവർ ഓഫ് ദ പ്ലേസ് ഓഫ് പവർ. ഡ്രാഗൺ, ദ പ്ലേസ് ഓഫ് ഡ്രാഗൺ, സോറി, ദ പ്ലേസ് ഓഫ് പവർഫുൾ ഡ്രാഗൺ. അതായത് അതിശക്തനായ വ്യാളിയുടെ സ്ഥലം എന്നുള്ള അർത്ഥത്തിൽ ഡ്രൂക്ക് യൽ എന്നാണ് വിളിച്ചിരുന്നത്. ഇപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള പേര് ഭൂട്ടാൻ. ദേശവാസികൾ എന്ന് പറയുമ്പോൾ ടിബറ്റിൽ നിന്ന് വന്ന ആൾക്കാരാണല്ലോ ഇവിടുത്തെ ദേശവാസികൾ, പരമ്പരാഗത ദേശവാസികൾ. അവർ ബഹുഭൂരിപക്ഷവും ബുദ്ധമതക്കാരാണ്. മറ്റു മതങ്ങളും വളരെ ചെറിയ അളവിലും ഉണ്ട്. അപ്പോൾ ഇതാ ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, മൊണാസ്ട്രിയാണ് സുഹൃത്തുക്കളെ, അത് എടുക്കുകയാണ്. മൊണാസ്ട്രി എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞെങ്കിലും നമുക്കൊരു സ്പെഷ്യൽ അനുവാദം തന്നിരിക്കുകയാണ്. മൊണാസ്ട്രി എടുത്തോളാൻ പറഞ്ഞിരിക്കുകയാണ്. സ്തൂപം അതിൻ്റെ ബാക്ക് വശം ഇങ്ങനെ ഇരിക്കും സുഹൃത്തുക്കളെ. അതിഗംഭീരമായ ആർക്കിടെക്ചർ, അത്യുഗ്രൻ, സൂപ്പർ. ഇതാണ് സംഗതി. അപ്പോൾ നമ്മുടെ നല്ല പെരുമാറ്റം കൊണ്ടാണ്, ഇന്ത്യക്കാരായതുകൊണ്ടും കൂടി ആയിരിക്കണം, ഇവിടെ ആർക്കും അങ്ങനെ അനുവദിച്ചിട്ടുള്ളതല്ല. പുനാക്ക സോങ് ഇതിന് 2 വിങ് ഉണ്ട്. ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് വിങ്, ഇത് മൊണാസ്ട്രി. മൊണാസ്ട്രി വാസ്തവത്തിൽ ഇവിടെ ആശ്രമം, ബുദ്ധ ആശ്രമമാണ്, ക്ഷേത്രമാണ്, ബുദ്ധക്ഷേത്രമാണ് ഈ സ്തൂപത്തിന് ഇപ്പുറം. അപ്പോൾ അത് വാസ്തവത്തിൽ എടുക്കാൻ പാടില്ലാത്ത ആളാണ് എന്നാണ് നിയമം. പക്ഷേ നമുക്കെന്തോ അവർ അനുവാദം തന്നു. ഇതാദ്യമായിട്ടായിരിക്കും നമുക്ക് ഈ അനുവാദം കിട്ടിയിട്ടുള്ളതെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ മൊണാസ്ട്രി ഭൂട്ടാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് വിങ്, അത് കഴിഞ്ഞ് മൊണാസ്ട്രി. ഈ മൊണാസ്ട്രി ചിലപ്പം ആദ്യമായി കാണുന്നത് ഈ വീഡിയോയിലൂടെ ആയിരിക്കും എന്ന് തോന്നുന്നു. സ്പെഷ്യൽ പെർമിഷൻ ഈസ് ഗിവൺ, സ്പെഷ്യൽ പെർമിഷൻ കിട്ടി. അത് നമുക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ മനോഹരമായ ഈ ആർക്കിടെക്ചർ സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തുന്നതിന് അവസരമുണ്ടായി. ഇവിടെ ഒരു തളമുണ്ട്, ചെറിയൊരു തളമാണ്, വളരെ വലിയ തളമല്ല. അപ്പോൾ ഓക്കെ, നമുക്ക് അകത്തേക്ക് പോവാം. നമുക്ക് തന്ന് ഒരു അനുവാദമെങ്കിലും അത് നമ്മൾ കൂടുതൽ ചൂഷണം ചെയ്യാൻ പാടില്ല. ഇതുവഴി ഇങ്ങനെ നടന്നു പോവുകയാണ്. ആശ്രമത്തിൻ്റെ അന്തരീക്ഷം നമ്മൾ പരിപാലിക്കണം, അധികം ഒച്ചയെടുക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. സ്പെഷ്യൽ പെർമിഷൻ ഗ്രാൻഡഡ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ എല്ലാം ഫോട്ടോ എടുക്കുകയാണ്, വീഡിയോ എടുക്കുകയാണ്. ഉണ്ടോ, ഇതൊക്കെ ശരിക്ക് ആശ്രമത്തിൽ മെഡിറ്റേഷനാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അറിയാമല്ലോ, ഒരിക്കലും ഇവിടെ അധികം ഒച്ച ഉയർത്തി സംസാരിക്കാൻ പാടില്ല.
സൈലൻസാണ് ഇതിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. അത് പരിപാലിക്കപ്പെടണം. അപ്പോൾ ഇത് അനുവാദം കിട്ടുക എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ്. ശരി, ഇനി കൂടുതൽ നമ്മൾ ഗൈഡ് പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ് ഓഫ് ചെയ്യാൻ. ഓക്കെ, ബൈ.